വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റാന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ നാസിർ ഖാലിദ്. ഇപ്പൊ PSC പരീക്ഷകളിൽ നമുക്ക് പറഞ്ഞ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു പോർഷനാണ് കേരള നവോത്ഥാനം, അല്ലെ? കേരള നവോത്ഥാനത്തിലെ വനിതകളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ ചില വനിതകൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ട് അത്തരം വനിതകളുടെ അത് അവരുടെ ആ ഒരു ജീവചരിത്രവും അവരുടെ ആ നവോത്ഥാനത്തിൽ അവർ എത്രത്തോളം അവരുടെ ഒരു പങ്ക് അവർ എത്രത്തോളം വഹിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഈ കേരള നവോത്ഥാനത്തിലെ വനിതകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ ക്ലാസ് മാക്സിമം യൂസ്ഫുൾ ആക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് കേരള നവോത്ഥാനത്തിലെ വനിതകളിൽ ഏറ്റവും പ്രധാനം എടുത്തു പറയേണ്ടത് ആനി മസ്കറിനെ കുറിച്ചാണ്. അപ്പൊ ആനി മസ്കറിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? ഒരു സാധാരണ ലത്തീൻ കത്തോലിക്ക കുടുംബത്തിലാണ് അവരുടെ ജനനം. ഇനി അവർ ജനിച്ചത് 1902 ജൂൺ 6 തിരുവനന്തപുരത്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അവരുടെ ജനനം 1902 ജൂൺ 6 തിരുവനന്തപുരത്ത് വെച്ചാണ്. ഇനി അവരുടെ ജീവിതത്തിലെ പ്രധാന ഏടുകളെ കുറിച്ച് മനസ്സിലാക്കാം. 1925 അവർ MA ബിരുദം നേടി. അതേ തുടർന്ന് അവർ ഒരു അധ്യാപികയെ സേവനമനുഷ്ഠിച്ചു. പിന്നീട് അവർ അഭിഭാഷ വൃത്തി സ്വീകരിച്ചു. അതിനുശേഷം തിരുവിതാംകൂറിൽ നടന്ന സിവിൽ നിയമന രംഗ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് ആരംഭിക്കാൻ അവർ ആ സമയത്ത് 1938 ഓഗസ്റ്റ് 26 സിവിൽ നിയമനങ്ങളുടെ പ്രസ്ഥാനം ആരംഭിക്കാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് തീരുമാനിക്കുകയുണ്ടായി. അപ്പൊ 1938 ഓഗസ്റ്റ് 26 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സിവിൽ നിയമനങ്ങളുടെ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ആ ഒരു സമയത്ത് തിരുവിതാംകൂറിന്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടം M പാണുപിള്ളയുമായി ചേർന്ന് ആനി മസ്കറിൻ എന്ത് ചെയ്തു? പര്യടനം നടത്തി. അപ്പൊ 1938 ഓഗസ്റ്റ് 26 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സിവിൽ നിയമനങ്ങളുടെ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ഭാഗങ്ങളില് പട്ടം താണുപിള്ളയോടൊപ്പം ആനി മസ്കറിൻ എന്ത് ചെയ്തു? പട്ടം M താണുപിള്ളയോടൊപ്പം അവര് പര്യടനം നടത്തി. അപ്പൊ അതേ തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അവർ വിട്ടയക്കപ്പെട്ടു. അതുപോലെ തന്നെ 1941 അവര് ഗാന്ധിജിയുടെ വാർദ്ധ ആശ്രമത്തിൽ പോവുകയുണ്ടായി. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അവർ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. അപ്പൊ അപ്പോഴും എന്ത് ചെയ്തു? അറസ്റ്റ് കൈവരിക്കുകയുണ്ടായി. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം 1948 തിരുവിതാംകൂർ നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം തിരുവിതാംകൂർ നിയമസഭയിലേക്ക് അവർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ആനി മസ്കറിൻ തിരുവിതാംകൂർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1948 എന്ന് ഓർത്തുവെക്കാം. അപ്പൊ അതിനുശേഷം 1949 TK നാരായണപിള്ളയുടെ നേതൃത്വത്തിൽ തിരുക്കൊച്ചി മന്ത്രിസഭ രൂപീകരിക്കുകയുണ്ടായി. 1949 TK നാരായണപിള്ളയുടെ നേതൃത്വത്തിൽ തിരുക്കൊച്ചി മന്ത്രിസഭ രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ ആരോഗ്യ ഊർജ്ജ വകുപ്പ് മന്ത്രിയെ ആനി മസ്കറിൻ ചുമതലയേറ്റു. അപ്പൊ 1949 TK നാരായണപിള്ളയുടെ ആഭിമുഖ്യത്തിലുള്ള TK നാരായണപിള്ളയുടെ നേതൃത്വത്തിലുള്ള തിരുക്കൊച്ചി മന്ത്രിസഭയിൽ ആരോഗ്യ ഊർജ്ജ വകുപ്പ് മന്ത്രിയായി ആര് സ്ഥാനമേറ്റു? ആനി മസ്കറിൻ ചുമതലയേറ്റും കൂടെ മനസ്സിലാക്കി വയ്ക്കാം. അങ്ങനെ തിരുവിതാംകൂറിലെ ആദ്യ വനിതാ മന്ത്രി എന്ന ഒരു സവിശേഷതയും കൂടെ ആർക്ക് ലഭിക്കുകയുണ്ടായി? ആനി മസ്കറിന് ലഭിക്കുകയുണ്ടായി. തിരുവിതാംകൂറിലെ ആദ്യ വനിതാ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ആനി മസ്കറിൻ ആണെന്ന് ഓർത്തു വെക്കുക. തിരുവിതാംകൂറിലെ ആദ്യ വനിതാ മന്ത്രി ആരായിരുന്നു? ആനി മസ്കറിൻ ആണ് ഓർത്തു വെക്കുക. അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യ വനിതാ മന്ത്രിയായി അവർ ചുമതലയേറ്റു. ഇനി 1950 അവരെന്ത് ചെയ്യുന്നു? ഈ സ്ഥാനം രാജിവെക്കുന്നു. അതേ തുടർന്ന് 1951 ആനി കോൺഗ്രസ് സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്തത്. അപ്പൊ കോൺഗ്രസിലുള്ള സ്ഥാനം ഒരു രാജിവെക്കുന്നു. 1950 അവരെന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു. അതേ തുടർന്ന് 1951 കോൺഗ്രസിൽ നിന്ന് അവർ രാജിവെക്കുന്നു. അതിനുശേഷം 1952 ലോക്സഭാ തെരഞ്ഞെടുപ്പില് അവരെന്ത് ചെയ്യുന്നു? തിരുവനന്തപുരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി സ്വതന്ത്രയെ മത്സരിച്ചു ജയിച്ചു. അപ്പം 1952 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി സ്വതന്ത്രയെ അവർ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുകയുണ്ടായി. അങ്ങനെ ആദ്യ ലോക്സഭയിലെ 10 വനിതാ അംഗങ്ങളിൽ ഒരാളായിട്ട് ആര് മാറി? ഈ ആനി മസ്കറിൻ മാറുകയുണ്ടായി. അപ്പൊ ആദ്യ ലോക്സഭയിലെ 10 വനിതാ അംഗങ്ങളിൽ ഒരാളായിട്ട് ആര് മാറി? ആനി മസ്കറിൻ മാറിയെന്ന് മനസ്സിലാക്കാം. അപ്പൊ കേരളത്തിലെ ആദ്യ വനിതാ ലോക്സഭാ അംഗം ആരാണെന്ന് ചോദിച്ചാൽ അത് ആനി മസ്കറിൻ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ലോക്സഭാ അംഗം കേരളത്തിലെ ആദ്യ വനിതാ ലോക്സഭാ അംഗം ആരായിരുന്നു? ആനി മസ്കറിൻ ആണെന്ന് ഓർത്തു വെക്കാം. ഇനി അവരെന്ത് ചെയ്തു? അതോടുകൂടി അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവിക്കുകയായി. പിന്നെ അതിനുശേഷം അവര് 1963 ജൂലൈ 19 അന്തരിക്കുകയാണ് ഉണ്ടായത്. 1969 ജൂലൈ
19 അവർ അന്തരിച്ചു. 1969 ജൂലൈ 19 അവർ അന്തരിക്കുന്നത്. 1969 അല്ല, 1963 ജൂലൈ 19 അവർ അന്തരിക്കും. അപ്പൊ ആനി മെസ്സറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുക്കളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, അവരുടെ സാധാരണ ലത്തീൻ കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. അവരുടെ ജനനം എന്ന് പറയുന്നത് 1902 ജൂൺ 6 തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. ഈ 1925 ആയ സമയത്ത് അവരെന്ത് ചെയ്തു? അവരുടെ പഠനമൊക്കെ കഴിഞ്ഞ് അവർ അധ്യാപക സേവനം അനുഷ്ഠിച്ചു. അതിനുശേഷം അഭിഭാഷകരായി പ്രവർത്തിച്ചു. അതിനുശേഷം 1938 സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്ന ഭാഗമായിട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് കുറെ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. അപ്പൊ അതിന് പട്ടം താണുപിള്ളയോടൊപ്പം ആ ഒരു പര്യടനത്തിൽ പങ്കെടുത്തത് ആരായിരുന്നു വെച്ചാൽ ആനി മെസ്സറാണെന്ന് ഓർത്തുവെക്കാം. അതുപോലെ തന്നെ 1948 സ്വാതന്ത്ര്യത്തിന് ശേഷം തിരുവിതാംകൂർ നിയമസഭയിൽ അംഗത്വം ലഭിക്കുകയുണ്ടായി. ആനി മെസ്സറിന് അംഗത്വം ലഭിക്കുകയുണ്ടായി. അതിനുശേഷം 1949 തിരുക്കൊച്ചി മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ അവിടുത്തെ ആദ്യ ആരോഗ്യ ഊർജ്ജ വകുപ്പ് മന്ത്രിയായിട്ട് ആര് ചുമതലയേറ്റു? ആനി മെസ്സർ ചുമതലയേൽക്കുകയുണ്ടായി. അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യ വനിതാ മന്ത്രി ആരാണ്? ആ ചോദ്യത്തിന് ഉത്തരം ആരാണ്? ആനി മെസ്സർ എന്ന് ഓർത്തുവെക്കാം. ഇനി അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് അതിനുശേഷം അവര് കോൺഗ്രസ് ഈ മന്ത്രിസഭ മന്ത്രിപദം രാജിവെക്കുകയും കോൺഗ്രസിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അതിനുശേഷം 1951 കാലഘട്ടത്തില് അവര് ലോക്സഭയിലേക്ക് മത്സരിക്കുകയുണ്ടായി. ലോക്സഭയില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി സ്വതന്ത്രയായിട്ടാണ് മത്സരിച്ചത്. അങ്ങനെ ലോക്സഭയിലേക്ക് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 10 വനിതാ അംഗങ്ങളിൽ ഒരാളായിട്ട് ആദ്യം ആനി മെസ്സർ മാറുകയുണ്ടായി. അങ്ങനെ മറ്റൊരു ചോദ്യം, കേരളത്തിലെ ആദ്യ വനിതാ ലോക്സഭാ അംഗം ആരാണെന്ന് ചോദിച്ചാൽ അത് ആനി മെസ്സറാണെന്ന് ഓർത്തുവെക്കും. ഇനി അതിനുശേഷം അവരുടെ മരണം എന്ന് പറയുന്നത് 1963 ജൂലൈ 19 കൂടെ ഓർത്തുവെക്കും. ഇത്രയും കാര്യങ്ങളാണ് ആനി മെസ്സറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത് മറ്റൊരു വ്യക്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പൊ ആനി മെസ്സറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതൊക്കെയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്ന ആദ്യ വനിതയാണ് ആനി മെസ്സർ. ആനി മെസ്സറിന്റെ സവിശേഷതയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്ന ആദ്യ വനിതയാണ്. ഇനി അടുത്തത്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ വർക്കിംഗ് കമ്മിറ്റിയിലെ ആദ്യ വനിതയും കേരളത്തിലെ ആദ്യ പാർലമെന്റ് അംഗവുമായിരുന്നു ആനി മെസ്സർ. അപ്പം കേരളത്തിൽ നിന്നുള്ള ആദ്യ പാർലമെന്റ് അംഗമായ വനിത ആരാണെന്ന് വെച്ചാൽ ആനി മെസ്സറിനാണ്. അതുപോലെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്ന ആദ്യ വനിത ആണെന്ന് വെച്ചാൽ ആനി മെസ്സറിനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ വർക്കിംഗ് കമ്മിറ്റിയിലെ ആദ്യ വനിതയും ആരാണ്? ആനി മെസ്സറിനാണെന്ന് ഓർത്തുവയ്ക്കുക. ഇനി അവർ 1945 ജൂലൈയില് തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആരോഗ്യ ഊർജ്ജ വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റി. ഇനി അടുത്ത മനസ്സിലാക്കാൻ പോകുന്ന നവോത്ഥാന നായികയാണ് അക്കാമ ചെറിയാൻ. അപ്പൊ അക്കാമ ചെറിയാനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ 1909 ഫെബ്രുവരി 15 കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളിയിലാണ് അവരുടെ ജനനം. 1909 ഫെബ്രുവരി 15 കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമ ചെറിയാൻ ജനിക്കുന്നത്. ഇനി അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ അക്കാമ ചെറിയാനാണ്. അപ്പൊ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ആരാണ്? അക്കാമ ചെറിയാനെയാണ്. ഈ അതുപോലെ കേരളത്തിലെ ജോൺ ഓഫ് ആർക്ക് എന്നും വിശേഷണം ആർക്കുണ്ട്? അക്കാമ ചെറിയാന് വിശേഷണമാണ്. അപ്പൊ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് അക്കാമ ചെറിയാനെയാണ്. അതുപോലെ കേരളത്തിലെ ജോൺ ഓഫ് ആർക്ക് എന്ന വിശേഷണം ആർക്കുള്ളതാണ്? അക്കാമ ചെറിയാനാണെന്ന് ഓർത്തുവയ്ക്കുക. ഇനി അവരുടെ അവര് 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദിത്ത പ്രക്ഷോഭം ആരംഭിക്കുന്നുണ്ട്. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദിത്ത പ്രക്ഷോഭം ആരംഭിച്ച സമയത്ത് അവർ ഹെഡ് മിസ്ട്രസ് ആയിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അവർ ആ സ്ഥാനം രാജിവെച്ച് ഈ പ്രക്ഷോഭത്തിന് അതിൽ കൂടെ പങ്കെടുക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ പ്രക്ഷോഭത്തിൽ വെച്ച് അവര് പങ്കെടുക്കുന്ന ഭാഗമായിട്ട് ദിവാൻ CP രാമസ്വാമി അയ്യർ ആ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ അതുപോലെ തന്നെ യൂത്ത് ലീഗിനെ നിരോധിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് സ്റ്റേറ്റ് കോൺഗ്രസിലെ 11 പ്രസിഡന്റ്മാരെ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ 11 പ്രസിഡന്റ്മാരെ അറസ്റ്റ് ചെയ്തപ്പോൾ 11ാമത്തെ പ്രസിഡന്റ് ആയിരുന്നത് കുട്ടനാട് രാമകൃഷ്ണ പിള്ള ആയിരുന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് അക്കാമ ചെറിയാനെ നിയോഗിച്ചു. ഇത്തരത്തിലാണ് അവര് രാജധാനി മാർച്ച് നയിക്കാൻ നിയോഗിക്കപ്പെട്ടത്. അപ്പൊ ഉത്തരവാദിത്ത പ്രക്ഷോഭം തിരുവിതാംകൂറിൽ ആരംഭിക്കുന്ന സമയത്ത് അക്കാമ ചെറിയാൻ അവരുടെ ജോലി രാജിവെച്ചിട്ട് ഹെഡ് മിസ്ട്രസ് പദവി രാജിവെച്ചിട്ട് ഈ പറയുന്ന പ്രക്ഷോഭത്തിന് പങ്കെടുക്കുകയുണ്ടായി. അതിനുശേഷം അവിടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന് ഫലം പറ്റി സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ദിവാൻ CP രാമസ്വാമി എന്ന സ്റ്റേറ്റ് കോൺഗ്രസിനെ അതുപോലെ യൂത്ത് ലീഗിനെ നിരോധിക്കുകയുണ്ടായി. അതിനുശേഷം കോൺഗ്രസിന്റെ 11 പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്തു. അപ്പൊ 11ാമത്തെ പ്രസിഡന്റായിട്ട് പിന്നെ നിയോഗിക്കപ്പെട്ടത് കുട്ടനാട് രാമകൃഷ്ണ പിള്ളയായിരുന്നു. ഈ കുട്ടനാട് രാമകൃഷ്ണ പിള്ള അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് അക്കാമ ചെറിയാനെ നിയോഗിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് അക്കാമ ചെറിയാന് രാജധാനി മാർച്ച് അത് നയിക്കാനുള്ള
ഒരു അവസരം ലഭിച്ചത്, അല്ലെങ്കിൽ ആ രാജധാനി മാർച്ച് നയിക്കാൻ അവർ നിയോഗിക്കപ്പെട്ടത് ഈ ഒരു കാരണത്തിലാണെന്ന് മനസ്സിലാക്കാം. ഈ സംഭവത്തെ കുറിച്ച് അവരുടെ ആത്മകഥയായ ജീവിത സമരത്തിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ആത്മകഥ ഏതാണെന്ന് വെച്ചാൽ ജീവിതം ഒരു സമരമാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ അവരുടെ ആത്മകഥ ഏതാണ്? ജീവിതം ഒരു സമരമാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ അക്കാമ ചെറിയാന്റെ ആത്മകഥ ഏതാണ്? ജീവിതം ഒരു സമരമാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത്, സ്റ്റേറ്റ് കോൺഗ്രസിലെ വനിതാ വിഭാഗമായ ദേശസേവിക സമാജത്തിന്റെ രൂപവത്കരണത്തിനും അക്കമ്മ പ്രധാന പങ്ക് വഹിച്ചു. അതുപോലെ സ്റ്റേറ്റ് കോൺഗ്രസിലെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ദേശസേവിക സമാജമാണ്. അതിന്റെ രൂപീകരണത്തിന് ആര് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു? അക്കമ്മ ചെറിയൻ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയുണ്ടായി. എന്താണ് സ്റ്റേറ്റ് കോൺഗ്രസിലെ വനിതാ വിഭാഗമായ ദേശസേവക് സമാജ്? ഇതാണ് ദേശസേവക് സമാജ്. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വനിതാ വിഭാഗമായ ദേശസേവിക സമാജിന്റെ സമാജത്തിന്റെ രൂപവത്കരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? അക്കാമ ചെറിയാനാണെന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ 1948 അക്കാമ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റു. അപ്പൊ ആക്ടിംഗ് പ്രസിഡന്റ് അക്കാമ ചെറിയാൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ചുമതലയേറ്റ വർഷം ഏതാണ്? 1942 അക്കാമ ചെറിയാൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് നിയമിതയായി. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് അക്കാമ ചെറിയാൻ നിയമിതയായത് 1942 ഓർത്തു വയ്ക്കുക. ഇനി ദിവാൻ സി പി രാമസ്വാമിയുടെ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയത്തിനെതിരെ സമരം വീണ്ടും അക്കാമ ചെറിയാൻ നയിച്ചു. അതേ തുടർന്ന് അവരെ അറസ്റ്റ് കൈവരിക്കുകയാണ് ഉണ്ടായത്. ഇനി 1951 സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്ന PV വർക്കിയെ അവർ വിവാഹം കഴിക്കുകയുണ്ടായി. അപ്പൊ എന്താണ്? 1942 സ്റ്റേറ്റ് കോൺഗ്രസിലെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ആര് നിയമിക്കപ്പെട്ടു? അക്കാമ ചെറിയാൻ നിയമിക്കപ്പെട്ടു. അതിനുശേഷം അവർ CP രാമസ്വാമി അയ്യരുടെ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയത്തിനെതിരെ സമരം ചെയ്യുകയുണ്ടായി. പിന്നീട് അവർ എന്താണ് 1951 സ്വതന്ത്ര സമര സേനാനി കൂടിയായ PV വർക്കിയുമായി വിവാഹം ചെയ്തു. അവരുടെ ആത്മകഥ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതം ഒരു സമരം എന്നതാണ് അവരുടെ ആത്മകഥ. അതിനെ തുടർന്ന് അവർ മറ്റൊരു കൃതിയും കൂടി രചിച്ചിട്ടുണ്ട്. 1114 കഥ എന്നാണ് കൃതിയുടെ പേര്. 1114 കഥ എന്നാണ് ആ കൃതിയുടെ പേര്. അത് മറ്റൊരു ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ ജീവിതം ഒരു സമരമാണ്. മറ്റൊരു കൃതി ഏതാണെന്ന് വെച്ചാൽ 1114 കഥ എന്നാണ് ആ കൃതി അറിയപ്പെടുന്നത്. ഇനി അവർ എന്താണ് 1982 മെയ് 5 അന്തരിക്കുകയുണ്ടായി. 1982 മെയ് 5 അന്തരിക്കുകയുണ്ടായി. 1982 മെയ് 5 അന്തരിക്കുകയുണ്ടായി. അപ്പൊ ഒന്നുകൂടെ മനസ്സിലാക്കാം, അക്കാമ ചെറിയനെ കുറിച്ചുള്ള സവിശേഷത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ആദ്യം എന്താണ്? അക്കാമ ചെറിയൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നവോത്ഥാന നായികയാണ്. അവര് 1909 ഫെബ്രുവരി 15 കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളിയിലാണ് ജനിച്ചത്. ഇനി അവരുടെ സവിശേഷത പറയുകയാണെങ്കിൽ, അവരുടെ വിശേഷങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ, തിരുവിതാംകൂറിലെ ഝാൻസി റാണി മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച ആരാണ്? അക്കാമ ചെറിയനെയാണ്. അതുപോലെ കേരളത്തിന് ജോൺ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. ആർക്കാണ്? അക്കാമ ചെറിയനാണുള്ളത്. ഇനി അവരുടെ പ്രധാനപ്പെട്ട ആത്മകഥ, അവരുടെ ആത്മകഥ എന്ന് പറയുന്നത് ജീവിതം ഒരു സമരമാണ്. അവരുടെ ഹെഡ് മിസ്ട്രസ് ആയിട്ടാണ് അവരുടെ സേവനം ആരംഭിച്ചത്. പിന്നെ 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദ പ്രക്ഷോഭം ആരംഭിക്കുന്ന സമയത്ത് അവർ ആ സ്ഥാനം രാജിവെക്കുകയും ഈ ഉത്തരവാദ പ്രക്ഷോഭത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. ഇനി എന്താണ്? അപ്പോഴത്തെ ദിവാൻ CP രാമസ്വാമിയെ സ്റ്റേറ്റ് കോൺഗ്രസിനെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിനെയും നിരോധിക്കുകയുണ്ടായി. പിന്നെ സ്റ്റേറ്റ് കോൺഗ്രസിലെ 11 പ്രസിഡന്റ്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 11ാമത്തെ പ്രസിഡന്റിന്റെ പിൻഗാമിയായിട്ട് അദ്ദേഹം അക്കാമ ചെറിയൻ നിയമിക്കുകയുണ്ടായി. ആ ഒരു അവസരത്തിലാണ് അവർക്ക് ഈ പറയുന്ന അവരുടെ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ കൂടുതലായിട്ട് ഇറങ്ങിച്ചേരാൻ സാധിച്ചത്. അതായത് രാജധാനി മാർച്ച് അതിന് നേതൃത്വം നൽകാൻ അവസരം ലഭിച്ചത് ഇതിനെ തുടർന്നാണ്. അപ്പൊ അതിനുശേഷം എന്താണ് പല രീതിയിൽ അവര് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റേറ്റ് കോൺഗ്രസിലെ ദേശസേവിക സമാജം എന്ന് പറയുന്ന ഒരു വനിതാ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ വനിതാ വിഭാഗത്തിന്, സ്റ്റേറ്റ് കോൺഗ്രസിലെ വനിതാ വിഭാഗമായ ദേശസേവിക സമാജ്, അതാണ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വനിതാ വിഭാഗമായ ദേശസേവിക സമാജിന് രൂപവത്കരണം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് അക്കാമ ചെറിയാൻ എന്ന് ഓർത്തു വയ്ക്കുക. ഇനി അവർ 1942 അക്കാമ ചെറിയാൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയി തീർന്നു. അതുപോലെ തന്നെ സർ CP രാമസ്വാമിയുടെ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയത്തിനെതിരെ പ്രവർത്തിച്ച വ്യക്തിത്വം കൂടെയാണ് അക്കാമ ചെറിയാൻ. ഇനി 1951 അവർ സ്വതന്ത്ര സമര സേനാനി കൂടിയായ PV വർക്കിയെ വിവാഹം ചെയ്തു. അതിനുശേഷം 1942
അതെ, അവരെന്ത് ചെയ്തു? സ്വതന്ത്ര എന്താണ് ഈ പറയുന്ന എന്താണ് 1942 അവർ സ്റ്റേറ്റ് കോൺഗ്രസിൽ പ്രവർത്തിക്കുകയുണ്ട് അല്ലെ. 1942 അക്കാമ ചെറിയൻ എന്തായി? സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ 1951 സ്വതന്ത്ര സമര സേനാനി കൂടിയായ പി വർക്കി അവർ വിവാഹം കഴിക്കുകയാണ്. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ പറയുന്നത് അവരുടെ ആത്മകഥ എന്ന് പറയുന്നത് ജീവിതം ഒരു സമരമാണ്. പ്രധാനപ്പെട്ട മറ്റൊരു കൃതി എന്ന് പറയുന്നത് 1114 കഥയെന്നാണ്. ഇനി അവർ അന്തരിച്ചത് 1982 മെയ് 5 അവർ അന്തരിച്ചത് കൂടെ ഓർത്തു വയ്ക്കും. അക്കാമ ചെറിയനെ കുറിച്ച് നമ്മൾ മാക്സിമം അറിയേണ്ട ഫാക്ട്സുകളോട് ഡിസ്കസ് ചെയ്തൊന്നും ഇതിനപ്പുറം ഒന്നും ഈ എക്സാമിന് ചോദിക്കാനില്ല. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച രണ്ട് കാര്യങ്ങൾ, രണ്ട് വ്യക്തിത്വമായിരുന്നു. ഒന്ന് ആനി മസ്കിനും അടുത്തത് അക്കാമ ചെറിയൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള നവോത്ഥാനത്തിലെ വനിതകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അത് ആനി മസ്കിന് നമ്മൾ മാക്സിമം അറിയേണ്ട എന്തൊക്കെ പോയിന്റ്സ് ആണോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കാമ ചെറിയനെ കുറിച്ചും പരീക്ഷയ്ക്ക് വരാവുന്ന ഫാക്ട്സുകൾ ഡിസ്കസ് ചെയ്ത് ഈ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പോയിന്റ്സ് ഒക്കെ എഴുതി സൂക്ഷിക്കുക. നിങ്ങൾ പരീക്ഷയ്ക്ക് മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിനെ കാണാൻ. ബൈ ഫ്രം മീ. താങ്ക് യു.